ജിമെയിൽ ഐ ഡി നമുക്കറിയാം, പക്ഷേ നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാനിവിടെ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫോണിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജിമെയിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറേ അധികം ജിമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ഇതിലെ ഏതിൻ്റെയാണോ പാസ്വേഡ് നഷ്ടപ്പെട്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പുതിയൊരു ജിമെയിൽ ഐ ഡി ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് താഴെയുള്ള യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പാസ്വേഡ് നഷ്ടപ്പെട്ട ജിമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പേജിൽ ഇവിടെ പാസ്വേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ പാസ്വേഡാണ് നമ്മൾ മറന്നുപോയിട്ടുള്ളത്. അപ്പോൾ താഴെ കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അടുത്ത പേജിൽ നമുക്ക് കാണാം, ഇവിടെ റിക്കവറി ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി ആയിരിക്കും റിക്കവറിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ 2 ഫോൺ നമ്പറാണ് വന്നേക്കുന്നത്. ഞാനിതിലെ ഫോൺ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൺ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം, കാരണം വേരിഫിക്കേഷൻ കോഡ് ഈ ഫോൺ നമ്പറിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത പേജിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് എൻ്റർ വേരിഫിക്കേഷൻ കോഡ് എന്ന ഓപ്ഷനാണ്. നമ്മുടെ ഫോണിലേക്ക് വന്ന വേരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു പേജിലായിരിക്കും വന്നിട്ടുള്ളത്. ഇതിൽ അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ അപ്ഡേറ്റ് കൊടുത്ത് നമുക്ക് പാസ്വേഡ് പുതിയത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത പേജിൽ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ബോക്സിൽ നമുക്ക് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. താഴെ കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്ത് ഒന്നുകൂടി നമുക്ക് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. സൈനിങ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് സെറ്റ് ചെയ്താൽ നമുക്ക് ഈ പാസ്വേഡ് നമ്മുടെ ഡിവൈസിൽ സേവ് ആകുന്നതാണ്. ഞാൻ എൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിലും ഓൾറെഡി ഒരു ഡിവൈസിൽ ഇത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നോട്ട് നൗ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ പാസ്വേഡ് ഇവിടെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് സെക്യൂരിറ്റി ഓപ്ഷൻസ് ആണ്. ഇത് ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജിമെയിലിലെ ഇൻബോക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.